ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 29 ശ്ലോകം 8. അടുത്ത 3 ശ്ലോകങ്ങളും ശിവമോഹനമാണ്. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള മോഹിനി രൂപം എങ്ങനെയാണ് ശിവനെ മോഹിപ്പിച്ചത്, പിന്നെ എന്താണ് ഉണ്ടായത്. ഭഗവാൻ അമൃതം ദേവന്മാർക്ക് നൽകാനായിട്ട് ദിവ്യമായ മോഹിനി രൂപമെടുത്ത കാര്യം നാരദര് പറഞ്ഞ് ശിവനറിഞ്ഞു. അതിൻ്റെ വർണ്ണനയും എല്ലാം കേട്ടപ്പോൾ അതൊന്ന് കാണണം എന്ന് കാമാരിയാണ് ശിവൻ. കാമനെ ഒരു നോട്ടം കൊണ്ട് ദഹിപ്പിച്ച ആളാണ്. ആ കാമാരിക്ക് പോലും ഒരു ആഗ്രഹം തോന്നി. ഇതുവരെ ഇങ്ങനെ ഒരു സ്ത്രീവേഷം ഭഗവാൻ എടുത്തതായിട്ട് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലല്ലോ. പലരും അതിനെക്കുറിച്ച് അതിമനോഹരാണ്, കാണേണ്ടതാണ് എന്നൊക്കെ പറയണു. അങ്ങനെ ശിവനും അതിൽ മോഹിച്ചു പോയി. പാർവതീദേവിയോട് പറഞ്ഞു, ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോവാണ്, ഭഗവാന്റെ സ്ത്രീവേഷം കാണണം. പാർവതീദേവി വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. പാർവതീദേവിയും സകല ഭൂതഗണങ്ങളും കൂടി വൃഷഭവാഹനത്തിന്മേൽ ശിവൻ കയറി അങ്ങനെ ഭഗവാന്റെ സമീപത്തിലെത്തി. ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ ശിവൻ ഭഗവാനോട് പറഞ്ഞു, അങ്ങയുടെ അനേകം അവതാരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടില്ല, ഇതും കൂടി ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കേട്ടിട്ട് തന്നെ എനിക്ക് വലിയ ആശ്ചര്യം തോന്നുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞു, മഹാദേവ, ഈ അവതാരം മോഹിനി വേഷം കാമികളെ മോഹിപ്പിക്കാനും വഞ്ചിക്കാനും സമർത്ഥമായതാണ് എന്ന് അറിയണം. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഭഗവാൻ മറഞ്ഞു പോയി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. 8ാമത്തെ ശ്ലോകം. യോഷാവപുർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ച ഗദ പദം തേ സ്തുത്വാ അബ്രവീദ് അഭിമതം ത്വമധോ തിരോധ. അർത്ഥം, ധനുജമോഹനം, ധനുജന്മാർക്ക് അസുരന്മാർക്ക് മോഹനമായി, ആഹിതം അവരെ മോഹിപ്പിക്കാനായിട്ട്, ആഹിതം തേ യോഷാവപു അവിടുന്ന് സ്വീകരിച്ച, ആഹിതം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെട്ട, തേ ഭഗവാനെ അവിടത്തെ, യോഷാവപു സ്ത്രീയുടെ രൂപം, ശ്രുത്വ അതിനെക്കുറിച്ച് കേട്ടിട്ട്, വിലോകന കുതൂഹലവാൻ മഹേശ അതൊന്ന് കാണണം എന്ന് വലിയ കൗതുകത്തോടു കൂടിയ മഹേശൻ മഹാദേവൻ, ഭൂതൈ ഗിരിജയാച സമം ഭൂതഗണങ്ങളോടും മഹാദേവിയോടും ഗിരിജയോടും കൂടി തേ പദം ഗത അങ്ങയുടെ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. സ്തുത്വ ഭഗവാനെ സ്തുതിച്ചു. അതിനുശേഷം അഭിമതം അബ്രവീദ് തൻ്റെ ആഗ്രഹം പറഞ്ഞു ഭഗവാനോട്. അഥ ത്വം തിരോധ മഹാദേവൻ്റെ ഈ ആഗ്രഹമൊക്കെ കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് ഭഗവാൻ മറഞ്ഞുപോയി. അസാധാരണവും ദിവ്യവുമായ ആ സൗന്ദര്യധാമം അസുരന്മാരെ വല്ലാതെ മോഹിപ്പിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ അറിഞ്ഞ ആ മഹാദേവൻ ധനുജമോഹനം, പാലാഴി മഥനത്തിൽ കിട്ടിയ അമൃത് അപഹരിച്ച ധനുജന്മാർക്ക് മോഹനം ആയത്, ആകർഷകമായതും, അവർ സകല ഇതൊക്കെ തല്ലുകൂടുന്ന കാര്യമൊക്കെ, കോപവും മത്സരവും ഒക്കെ മറന്ന് ആകർഷിക്കാൻ മാത്രം ശക്തമായ ആ രൂപത്തെക്കുറിച്ച് കേട്ട്, ശ്രുത്വ അങ്ങനെ കേട്ടിട്ട്, അതിസുന്ദരിയായ ആ രൂപത്തെ ഒന്ന് കാണണം എന്ന് വിലോകന കുതൂഹലാൻ മഹേശ കൗതുകത്തോടു കൂടിയ ആ മഹേശ്വരൻ എല്ലാവരോടും കൂടിയിട്ടാണ്, ശിവൻ പാർവതിയോടും ഭൂതഗണങ്ങളോടും ഒക്കെ കൂടിയിട്ടാണ് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം ഭഗവാനെ നന്നായിട്ട് സ്തുതിച്ചു. അങ്ങയുടെ എല്ലാ അവതാരങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിനെയും കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം, പക്ഷേ അറിയണം ഇത് കാമം മോഹിതമാണ്, കാമികളെ മോഹിപ്പിക്കുന്നതാണ്. ഭഗവാൻ
തൻ്റെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അന്തർധാനം ചെയ്തത്. ശ്ലോകം ഒന്നുകൂടി നോക്കാം. യോഷാവപുർ ധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ജഗദ പദം തേ സ്തുത്വാ ബ്രവീത് അഭിമതം ത്വമധോ തിരോധ. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ശ്ലോകം 9. തൻ്റെ ആ മോഹനമായ മായാരൂപം കാണിക്കാൻ തന്നെയാണ് ഭഗവാൻ അവിടെ തൻ്റെ സ്വരൂപം മറച്ചു കളഞ്ഞത്. അപ്പോഴതാ അവിടെ അതിമനോഹരമായ ഒരു ഉദ്യാനം. എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ എന്താ കണ്ടത്? അവിടെ പന്തടിച്ച് കളിക്കുന്ന അതിസുന്ദരിയായിട്ടുള്ള അതിമോഹനമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അരഞ്ഞാണമൊക്കെ കെട്ടി വിലാസലോലയായിട്ടുള്ള ഒരു ഉത്തമ സ്ത്രീയെ കണ്ടു. അവളുടെ കടാക്ഷങ്ങൾ മനം മയക്കുന്നതായിരുന്നു. പരമശിവൻ പോലും പാർവതീദേവിയെ മറന്നു. കൂടെ വന്ന ഭൂതഗണങ്ങളെയും വൃഷഭത്തിനെയും തന്നെയും മറന്നുപോയി. നമുക്ക് ഈ ശ്ലോകം നോക്കാം. 9-ാമത്തെ ശ്ലോകം. ആരാമസീമനിജ കന്ദുകഘാതലീല ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളത് വസനാം മനോഭൂ വേദാത് അനങ്കരിപുരംഗ സമാലിലിംഗ. അനങ്കരിപുവാണ് ഭഗവാൻ. കാമദേവനെ ശത്രുതാ മനോഭാവത്തോടു കൂടി ദഹിപ്പിച്ച് കളഞ്ഞ ആളാണ്. എന്നിട്ട് പോലും ആ മോഹനമായ വേഷത്തിൽ കാമം ജനിക്കുകയും മോഹിനിയെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. അർത്ഥം ഇങ്ങനെയാണ്. ആരാമസീമനി, അതിമനോഹരമായ ഒരു ഉദ്യാനം അവിടെ കണ്ടു. ആ ഉദ്യാനത്തിൽ കന്ദുകഘാതലീല, കന്ദുകം പന്തടിച്ച് കളിച്ചുകൊണ്ട് ലോലായമാനനയനാം, കണ്ണുകളാണെങ്കിൽ ആ പന്തിനൊപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീണ്ടു വിടർന്ന് താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള ആ കണ്ണുകൾ ഇളക്കുന്നു. മനോജ്ഞാം, അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ, കമനീം ച, മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയെ, ത്വാം, അതാരായിരുന്നു ഭഗവാനെ? അങ്ങ് തന്നെയല്ലേ? വികളത് വസനാം, സുന്ദരമായിട്ടുള്ള ആ വസ്ത്രങ്ങളൊക്കെ വികളത്, അഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. കാറ്റ് വന്ന് ആ വസ്ത്രത്തിനെയൊക്കെ മാറ്റിക്കളഞ്ഞു. വീക്ഷ്യ, അങ്ങനെയുള്ള ആ മോഹിനി രൂപം കണ്ടിട്ട് അനങ്കരിപു, കാമദേവൻ്റെ ശത്രുവായിട്ട് പോലും ഏഷ, ഈ മഹാദേവന് മനോഭൂവേഗാത്, മനോഭൂ കാമദേവൻ്റെ ആ ഒരു ആവേശം സംഭവിച്ചു. അംഗ, അല്ലയോ ഭഗവാനെ, സമാലിലിംഗ, അങ്ങയെ ശിവൻ ആലിംഗനം ചെയ്തുവല്ലോ. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, മനസ്സിനെ അത്രയേറെ ഉറപ്പുണ്ടെങ്കിലേ എൻ്റെ മായയെ തരണം ചെയ്യാനാവുള്ളൂ. മനസ്സിന് ഉറപ്പുള്ള കാമാരിയായിട്ടുള്ള അനങ്കരിപുവായിട്ടുള്ള മഹാദേവൻ പോലും അതിൽ മയങ്ങിപ്പോയി. അപ്പോൾ എന്താ വേണ്ടത്? മായയെ ഇല്ലാതാക്കാൻ. അത് സ്ത്രീയുടെ രൂപത്തിലും സമ്പത്തിൻ്റെ രൂപത്തിലും മറ്റു പല രൂപത്തിലും നമ്മളെ മോഹിപ്പിക്കും, വലയിലാക്കും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മായാതീതനായിട്ടുള്ള ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. മമ മായാ ഗുണത്തെയ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ മായയെ ജയിക്കണമെങ്കിൽ ഗുണാതീതനായിട്ടുള്ള ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. ലോലായമാനനയനാം, പന്തിൻ്റെ പിന്നാലെ ഇങ്ങനെ കണ്ണുകൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന ആ സുന്ദരി, അനങ്കരിപുവായിട്ടുള്ള ശിവൻ പോലും അവളിൽ മോഹിച്ചു പോയി. പിന്നെ അസുരന്മാർ മോഹിച്ചതും എല്ലാം മറന്നതും കണ്ണടച്ചതും ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ശിവൻ പോലും മോഹിച്ചു പോയി. മാത്രമല്ല, വസ്ത്രം സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാറ്റ് ഓടിയെത്തി. അങ്ങനെ ആ ദേവി രൂപമെടുത്ത മഹാവിഷ്ണു ഓടി, ശിവൻ്റെ നോട്ടവും ഭാവമൊക്കെ കണ്ടപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടി. ശിവനും പിന്നാലെ ഓടി. അവിടെ ഒരു വൃക്ഷത്തിൽ മറിഞ്ഞു നിന്നു ഈ മോഹിനി. അപ്പോൾ മോഹിനിയുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. എന്നിട്ട് മോഹിനിയെ ഗാഢമായി ആലിംഗനം ചെയ്തു. മഹാദേവൻ പോലും ആ മായയിൽ മയങ്ങിപ്പോയി.
ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ആരാമസീമനിജ കന്തുകഘാതലീലാം ലോലായമാനനയനാം കമനീം മനോജ്ഞാം